ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. HSST എക്സാമിന് പഠിക്കുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് CCയിൽ എന്താണ് HSSTക്ക് കൊടുക്കാറുള്ളത് എന്നുള്ളത്. അപ്പം കാരണം CCയിലെ ബാച്ചുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചകളാകാറുണ്ട്. CCയിലെ പുതിയ HSST ബാച്ചിനെ പറ്റിയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. HSST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിയണം ഞങ്ങളുടെ പവർ ബാച്ചിനെ പറ്റി. HSST പവർ ബാച്ച് എന്താണ്? HSST എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമാണ് HSST എക്സാം എന്ന് പറയുന്നത്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു എക്സാമിന് വിളിക്കുമ്പോൾ അതിൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരേ ഒരു റാങ്ക് മാത്രമാണ്. HSST എക്സാമിൽ നമുക്കറിയാം, നമ്മുടെ +2 ഒക്കെ നിർബന്ധിതമാക്കിയതിന് ശേഷം വരാൻ പോകുന്ന ഒരുപാട് വേക്കൻസികളുള്ള ഒരു എക്സാമാണ് ഈ വരാൻ പോകുന്ന HSST എക്സാം എന്ന് പറയുന്നത്. ആ നിയമനങ്ങളെ മുന്നിൽ കണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ കർമ്മം എന്ന് പറയുന്നത്. പലവിധ വാർത്തകൾ ഉണ്ടാകും, പലവിധ കാര്യങ്ങൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷേ അതിലൊന്നും പെട്ടുപോകാതെ വിജയിക്കുന്നവന് ഉറപ്പായിരിക്കും HSST എന്ന് പറയുന്ന ജോലി. ഞാൻ ഒരുപാട് വീഡിയോസ് HSSTയെ ബേസ് ചെയ്ത് കിട്ടിയവരുടെ വീഡിയോസ് നമ്മുടെ CCയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഒറ്റയടിക്ക് ജീവിതം മാറിയവരാണ് പലരും. അതായത് അവരുടെ പ്രയത്നമുണ്ടായിരുന്നു, അവർ നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ മാറി. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കൃത്യമായി ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അതൊരിക്കലും വേസ്റ്റ് ആവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് പവർ ബാച്ചിനെ പറ്റിയാണ്. ആ പദത്തിൽ തന്നെയുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പവർ ബാച്ചുമായിട്ട് വരികയാണ്. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സിലബസ് എന്താണോ തരുന്നത് ആ സിലബസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കോർ ഏരിയാസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദിവസേന നിങ്ങൾക്ക് ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകൾ ഞങ്ങൾ നൽകും. ആ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ ടോപ്പിക്കുകൾ ഉണ്ടാകും, അതിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ MCQസും ലഭിക്കും. അപ്പം ഒരു കണ്ടൻറ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ മറ്റൊരു ബുക്കുകളോ ഒന്നും തപ്പണ്ട. ഈ ഒരു ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിൻ്റെയും, ഇപ്പം കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ, അതോടൊപ്പം തന്നെ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ രാവിലെയും വൈകിട്ടുമായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. പകൽ സമയങ്ങളിലൊക്കെ അതിൻ്റെ ഷെഡ്യൂൾസ് അനുസരിച്ചിട്ടായിരിക്കും നൽകുന്നത്. അതിൽ നിങ്ങൾ കയറിയില്ല എങ്കിൽ നമുക്കെന്താ ഗുണമുള്ളത്? അതിൻ്റെ റെക്കോർഡഡ് വേർഷൻസ് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ, ടെലിഗ്രാമിലോ യൂട്യൂബിലോ ഒന്നുമല്ല, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അത് വിത്തൗട്ട് നെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ്ലൈനിലും കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത്, ഈ ഒരു ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മെൻറ്റർ വളരെ പ്രത്യേകതയുള്ളതാണ്. മെൻറ്റർ എല്ലാ ക്ലാസ്സുകൾക്കും ഞങ്ങൾ മെൻറ്റർ സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പം മെൻറ്ററും ആ ക്ലാസ്സിലൊപ്പം ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്ത് ഒരു മെൻറ്റർഷിപ്പ് ക്ലാസ് ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവും. അപ്പോൾ എന്താണ്? ഒരു റിവിഷൻ ക്ലാസ് അവിടെ നടക്കും. ഒരാഴ്ചയിൽ ഞങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചതെല്ലാം ചോദിക്കാൻ വേണ്ടി അവിടെ മെൻറ്റേഴ്സ് വരുന്നുണ്ടാകും. അവർ റിവിഷൻ ടെസ്റ്റും നടത്തും, മോഡൽ എക്സാംസും നടത്തും. അതിൻ്റെ ഗുണം എന്താണ്? നമ്മൾ ഒരാഴ്ച പരീക്ഷയ്ക്ക് പഠിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉദ്യോഗാർത്ഥികളോട് നമ്മൾ ഈ ഒരു ആപ്പിലൂടെ നമ്മൾ പരിചയപ്പെടും. നമ്മുടെ റാങ്ക് ഒരാഴ്ച നമ്മൾ പഠിച്ചത് പ്രോപ്പറാണ് എങ്കിൽ അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ഹൈ ലെവലിൽ ചോദിക്കുകയും ചെയ്യും. അപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചത് പ്രോപ്പറാണോ എന്നറിയാനായിട്ട് ഈ ടെസ്റ്റിൽ നമ്മളെ സഹായിക്കും അല്ലേ? അപ്പം നമ്മുടെ റാങ്ക് എവിടെ കിടക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ശരിക്കും എവിടത്തേക്ക് എത്തപ്പെടുന്നു? കഴിഞ്ഞ ആഴ്ച 20 റാങ്കായിരുന്നു, ഈ ആഴ്ച 16ആയി, റാങ്ക് ഉയർന്നു. പ്രോപ്പറായിട്ട് പഠിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ? നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നതിന് വേണ്ടി റെഫറൻസ് മെറ്റീരിയൽ കുറേ നോക്കി സമയം കളയുന്നു. അത് കഴിഞ്ഞ ശേഷം അതെല്ലാം എഴുതിയെടുക്കാൻ സമയം കളയുന്നു.
മനസ്സിലാക്കാൻ സമയം കളയുന്നു. ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. ഇതെല്ലാം നമുക്കൊരു ഒരൊറ്റ ആപ്പിലൂടെ ലഭിക്കുകയാണ്. ഇനിയും അടുത്തത് എന്താണ് പ്രത്യേകത? നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം, നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരവും അവിടെ കിട്ടുകയാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് കാണുന്നതിലൂടെ. അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിന് പ്രത്യേക ടൈം കൊടുത്തിട്ടുണ്ടാകും, ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആകും. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണ്. അടുത്തത് നമ്മുടെ മെൻറ്ററിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പവർ ബാച്ചിൽ നിങ്ങളോടൊപ്പം ഒരു മെൻറ്റർ ഉണ്ടാകും. ഈ മെൻറ്റർ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും. അതായത് PSC ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങളോടൊപ്പം ഉള്ള ജേർണിയിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടാകുന്നത്. അപ്പം അവരുടെ ഒരു പ്രത്യേകത എന്താണ്? അവർക്ക് അവരുടെ സ്ട്രാറ്റജീസ് പ്രോപ്പറായിട്ട് അറിയാം. അവരെവിടെ ഫെയിലിയറായി, അവരെവിടെ സക്സസ് ആയി എന്നവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിനെന്താ ഗുണമുള്ളത്? അവർക്ക് PSC എക്സാംസ് എഴുതി പരിചയമുള്ളവരായിരിക്കും. അവർ അതേ സ്ട്രാറ്റജീസ് തന്നെ നമ്മളോട് പറഞ്ഞു തരും. പല ഉദ്യോഗാർത്ഥികളും HSSTയിൽ പരാജയപ്പെടുന്നതിന് കാരണം എന്നറിയാമോ? PSC പരീക്ഷ അറിയുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ സബ്ജക്റ്റ് നന്നായിട്ട് അറിയാം, പക്ഷെ അവർക്ക് PSC പരീക്ഷയെപ്പറ്റി ശരിയായ ധാരണയുണ്ടാവില്ല. പലരും ഈ ഒരു എക്സാം ആയിരിക്കും അവരുടെ ആദ്യത്തെ എക്സാമായിട്ട് HSST എഴുതണമെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാമിനെ ആയിരിക്കും അവർ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. അവർ നെറ്റിൻ്റെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടാകും, സെറ്റിൻ്റെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടാകും, അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ PSC എക്സാമിന് അതിൻ്റേതായ ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പ്രത്യേക ടൈമിനുള്ളിൽ ചെയ്തു തീരേണ്ട, എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്ത് GKക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ഒരു PSC എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അതേ പാറ്റേൺ മനസ്സിലാക്കി തരുന്ന മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങളോടൊപ്പം നിങ്ങളുടെ യാത്രയിൽ ഉണ്ടാകുക. അവർ നിങ്ങൾക്ക് കരുതലായി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇത്രയും നാളത്തെ HSST എഴുതിയെടുക്കുന്നവരെയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനിയും അടുത്തത് നിങ്ങൾക്ക് അടുത്ത ഒരു ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പവർ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്നുമല്ല, നമ്മുടെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ. അവർ ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. ഇപ്പം ബോട്ടണി എടുക്കുന്ന ഡോക്ടർ സജിന, അതോടൊപ്പം തന്നെ സൗമ്യ മാം, ഇവർ രണ്ടുപേരും ഏകദേശം 15-ലധികം വർഷമായിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റിറ്റീവ് എക്സാംസിലും അതോടൊപ്പം തന്നെ എൻട്രൻസ് മേഖലയിലുമാണ് അവരുടെ പ്രത്യേകത. അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെൻറ്ററും ഒപ്പം ഉണ്ടാകും. ഇനിയും എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ വിഷ്ണു സാർ ഉണ്ടാവും. വിഷ്ണു സാറ്, അതോടൊപ്പം തന്നെ അഖിൽ P വർഗീസ്, ദെൻ മനു സാറ്, അപർണ മിസ് ഉണ്ടാകും, സുകേഷ് സാർ ഉണ്ടാകും, ഷഹ്ന മാം കൂടെ ഉണ്ടാകും നിങ്ങളുടെ മെൻറ്ററായിട്ട്. 7 വർഷത്തിലധികമായിട്ട് ടീച്ചിങ് ചെയ്യുന്നതാണ് ഷഹന. അപ്പോൾ ഷഹന നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് വരുന്നത്. ഇനിയും HSST കെമിസ്ട്രിയിലേക്ക് എത്തുകയാണെങ്കിൽ ഡോക്ടർ ജെൻസി ഉണ്ടാകും, ഡോക്ടർ അപർണ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഡോക്ടർ ഗായത്രി ഉണ്ടാകും. സിതാര ജബാറുണ്ട് നിങ്ങളോടൊപ്പം കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു PhD ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറേറ്റ് ഉള്ള അധ്യാപകരാണ് നിങ്ങളെ സബ്ജക്റ്റ് വൈസ് എക്സ്പേർട്ടായിട്ട് നിങ്ങളോട് എത്തുന്നത്. മെൻറ്ററായിട്ട് എത്തുന്നത് ആർച്ച അശോകാണ്. ആർച്ച MSc B.Ed സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ നിരവധി PSC ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്. ആർച്ചയെ അറിയാവുന്ന HSSTയുടെ CCയുടെ ടീമിന് എല്ലാവർക്കും അറിയാം ആർച്ച നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇനിയും HSST ഇംഗ്ലീഷിലേക്ക് എത്തുകയാണെങ്കിൽ ഡോക്ടർ വിദ്യയുണ്ട്, ആൽഫിനുണ്ട്, ആശ ജേക്കബ് ഉണ്ട് നിങ്ങളോടൊപ്പമുള്ള യാത്രയിൽ. അപ്പം നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇനിയും അവിടെ ഗ്രാമർ പോർഷനായിട്ട് എടുക്കാൻ വരുന്നത് നമ്മുടെ ശ്രീകല മിസ് ആണ് വരുന്നത്. അപ്പോൾ കൃത്യമായി HSST ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് സപ്പോർട്ട് നൽകാനായിട്ട് ആശ ജേക്കബ് ശ്രമിക്കാറുണ്ട്. മെൻറ്ററായിട്ട് ആശ മാം തന്നെയാണ് വരുന്നത്. അനവധി എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ് ആശ. ഇനിയും ഓരോ സബ്ജക്റ്റും ഫിസിക്സിലേക്ക് എത്തുകയാണെങ്കിൽ നൈസ്മോൻ സാറുണ്ട്, ഇർഷാദ് സാറുണ്ട്, അതോടൊപ്പം തന്നെ നിഷ മാം ഉണ്ട്.
ഇനി മെൻറ്ററായിട്ട് നിങ്ങൾക്ക് നീത മാമാണ് വരുന്നത്. സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് നീത. അപ്പം നീതയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. മാത്തമാറ്റിക്സ് ഡോക്ടർ സിദ്ധാർത്ഥ്, മൗസമി, സുജ മാം, അതോടൊപ്പം തന്നെ മനുസാറ്. നിങ്ങളുടെ മെൻറ്ററായിട്ട് എത്തുന്നത് നിത്യയാണ്. നിത്യ 5 വർഷം അതിലധികമായിട്ട് PG ഉള്ളൊരു ഉദ്യോഗാർത്ഥിയാണ്. 5 വർഷത്തിലധികമായിട്ട് ഈ കോച്ചിങ് മേഖലയിൽ സജീവമാണ്. HSST സുവോളജി അഖില മാമാണ് വരുന്നത്. 23 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് അഖിലയ്ക്കുള്ളത്. അഞ്ചിതയുണ്ട്, സ്വാഗീദാസ് ഉണ്ട്, അതുല്യുണ്ട്. കുട്ടികളുമായിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. HSSTയുടെ നമ്മുടെ നിലവിലെ ബാച്ചിലെ കുട്ടികളുമായിട്ട് എക്സലൻ്റ് ക്ലാസ് എന്ന് ഒരുമിച്ച് അവർ പറയുന്നുണ്ട്. വളരെ സന്തോഷം. കാരണം നല്ല രീതിയിലുള്ള അധ്യാപകരുണ്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകാൻ സാധിക്കുന്നത്. ഇനിയും നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു തലവേദനയാണ് HSST GK എന്ന് പറയുന്നത്. 30 മാർക്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസും, അതായത് ബുക്കായിട്ട് തന്നെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റഡി മെറ്റീരിയൽസ് അത്രയും ക്രിസ്പി നോട്ടാണ് ഞങ്ങളുടേത്. കൃത്യമായി സോഷ്യൽ വെൽഫെയറും റിനൈൻസെൻസും അതോടൊപ്പം തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെയും റിസർച്ചും ഒക്കെയും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നല്ല രീതിയിലുള്ള ബുക്കുകളും ക്ലാസ്സുകളും കോമ്പറ്റിറ്റീവ് ക്രാക്കർ നൽകുന്നുണ്ട്. അപ്പോൾ HSST പവർ ബാച്ചിൽ ഇതെല്ലാം ഉണ്ടാകും. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഈ CC ബിഗ് ഡേ നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്യുക. ഇപ്പം CCയിൽ ഒരുപാട് സമ്മാനങ്ങളുടെ കാലമാണ്. നിങ്ങൾക്കും ഈ സമ്മാനങ്ങൾ കിട്ടും. HSST കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ എത്ര രൂപയ്ക്കാണ് നമുക്കൊരു സാലറി ലഭിക്കുന്നത്? അതിന് എത്രയോ ചെറിയ പെർസെൻറ്റേജാണ് 7500 റുപ്പീസ് എന്നുള്ളത്. അപ്പോൾ ഈ 7500 റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്കും HSSTയുടെ കംപ്ലീറ്റ് പാക്കേജ് ഇപ്പം സ്വന്തമാക്കാൻ സാധിക്കും. CCയിലെ ഓഫറുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ ഏറ്റവും ചെറിയ ഒരു കാര്യം മാത്രമല്ല HSST എക്സാം എഴുതുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളിപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നത്. പലർക്കും സെറ്റില്ല, നെറ്റില്ല തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾ പലവിധ തിരക്കിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി പിന്നീട് കിട്ടണം എന്നില്ല. അപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെക്കുക. മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ വെക്കേഷനാണ് വരാൻ പോകുന്നത്, എനിക്ക് ഇനി HSST പഠിക്കാൻ പറ്റില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വെറും 30, 40, 50 മാർക്കിൽ കൂടുതൽ ഒരിക്കലും ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് വന്നിട്ടില്ല. അതിൽ GKയിൽ തന്നെയുണ്ട് 30 മാർക്ക്. സബ്ജക്റ്റ് പ്രോപ്പറായിട്ടൊന്ന് പഠിച്ചാൽ നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കില്ലേ? ഈ കട്ട് ഓഫിനുള്ളിൽ കടക്കാൻ സാധിക്കത്തില്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്താണോ പഠിക്കേണ്ടത് അത് യഥാർത്ഥമായിട്ട് തിരിച്ചറിയുക, നന്നായി പഠിക്കുക. അപ്പം ഏറ്റവും ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് CCയുടെ പവർ ബാച്ച് നിങ്ങളിലേക്ക് എത്തുകയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഞങ്ങളെ കണക്ട് ചെയ്യുക. ഞാൻ താഴെ ഒരു HSSTയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ടുകളും ഒക്കെ ചോദിക്കാൻ, കോഴ്സിനെ പറ്റി അറിയാനും ഒക്കെ ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാകാം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടി. HSST പവർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. റിസൾട്ട് ഉറപ്പാണ്. ഞങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നത് HSST കൊമേഴ്സ് ലിസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 10 റാങ്കിലെ 6 റാങ്കിനോടടുത്ത് ഞങ്ങളുടെ റാങ്കുകളാണ്. 1ഉം 2ഉം ഒക്കെയും ഞങ്ങളുടെ റാങ്കുകൾ തന്നെയായിരുന്നു. അതിനെയൊക്കെ ബേസ് ചെയ്ത വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം റിസൾട്ടുള്ള സ്ഥാപനത്തിൽ പഠിക്കുക, കൃത്യമായി നിങ്ങളോടൊപ്പമുള്ള സ്ഥാപനത്തിൽ പഠിക്കുക, നിങ്ങൾക്ക് കിട്ടും HSST.